ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? എലമെൻ്ററി ഫസ്റ്റ് എയ്ഡ് ആണ്. എന്താണ് എലമെൻ്ററി ഫസ്റ്റ് എയ്ഡ്? അതായത് നമ്മൾ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് കൊടുക്കുന്ന എയ്ഡ്, ഫസ്റ്റ് എയ്ഡ്, അതാണ് എലമെൻ്ററി ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അപകടം ഉണ്ടായിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അപകടം ഇല്ലാതെ നോക്കുന്നത്? അല്ലേ? അപകടം ഉണ്ടായിട്ട് നമ്മളതിനെ ചികിത്സിക്കുന്നതിന് നല്ലത് അപകടം ഉണ്ടാകാതെ നോക്കുന്നത്. അപ്പോൾ അതിന് എന്ത് വേണം? അപകടം ഇല്ലാതെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻ, അത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സേഫ്റ്റി പ്രിക്കോഷൻ അഥവാ സുരക്ഷാ മുൻകരുതലുകൾ. ഈ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അപകടം പറ്റുന്നത് പരമാവധി കുറക്കാൻ പറ്റും. അല്ലേ? അതായത് വീട്ടിൽ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവും. നമ്മൾ സുരക്ഷിതമായി തിരിച്ചെത്തുന്നവരെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കാൻ നമ്മളെ ഫാമിലി, കുടുംബം ഉണ്ടാവും. അച്ഛൻ, അമ്മ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയും കുട്ടികളൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും വീട്ടിൽ സുരക്ഷിതമായിട്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ സുരക്ഷിതമായി തിരിച്ചെത്തണം. അല്ലെങ്കിൽ എന്താ, നമുക്കെന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്ക് നഷ്ടം? നമ്മളെ കുടുംബത്തിന് നഷ്ടമാണ്, നമുക്ക് നഷ്ടമാണ്. സാമ്പത്തികപരമായിട്ടും അങ്ങനെ പല രീതിയിലും നഷ്ടം സംഭവിക്കും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ. അതായത് എന്തെങ്കിലും ചെറിയ അപകടം പറ്റി തന്നെ നമുക്ക് കുറച്ച് ദിവസം ജോലിക്ക് പോകാൻ കഴിയില്ല. വലിയ അപകടമാണെങ്കിൽ ജോലിക്കേ പോകാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് ദിവസമായാലും കൂടുതൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലും എല്ലാം നഷ്ടമാണ്. നിങ്ങൾക്കും നഷ്ടമാണ്, കുടുംബത്തിനും നഷ്ടമാണ്. അതേപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും നഷ്ടമാണ്. അല്ലേ? അത്രയും ദിവസം ജോലിക്ക് ഹാജരാകുന്നതിൽ സ്ഥാപനത്തിന് നഷ്ടവും, പിന്നെ അതേപോലെ തന്നെ രാഷ്ട്രത്തിനും എല്ലാം നഷ്ടമാണ്. അപ്പോൾ അപകടം വരാതെ നോക്കേണ്ടത് എന്താണ്? നമ്മുടെ കടമയാണ്. അപ്പോൾ അതിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ സേഫ്റ്റി പ്രിക്കോഷൻ, സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ട്. അതാണ് ഈ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അടുത്ത കാണിച്ചു തരുന്ന വീഡിയോയിൽ അതിനകത്തുള്ള നോട്ട്സ് നിങ്ങൾ ഹെഡിങ് എഴുതി, സേഫ്റ്റി പ്രിക്കോഷൻ എന്ന് ഹെഡിങ് എഴുതിയിട്ട് അത് ഓരോ പോയിൻ്റായിട്ട് നോട്ടിൽ എഴുതിയെടുക്കണം. വീഡിയോയുടെ അവസാനം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അത് നോട്ടിൻ്റെ പുറകുവശത്ത് വേറെ എഴുതുക, ക്വസ്റ്റ്യനായിട്ട് എഴുതുക. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്താണ് വർക്ക്ഷോപ്പ് സേഫ്റ്റി. അത് നമ്മൾ വർക്ക്ഷോപ്പിൽ എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ. ഒന്നാമത്തെ പോയിന്റ് പറയുന്നതാണ് കീപ്പ് വർക്ക്ഷോപ്പ് നീറ്റ് ആൻഡ് ക്ലീൻ. വർക്ക്ഷോപ്പ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമ്മുടെ വർക്ക്ഷോപ്പിൽ പല സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് അവിടെ ഇവിടെ ഒന്നും ഇടാതെ അതൊക്കെ എടുത്ത് മാറ്റി നല്ല ക്ലീനായിട്ട്, നീറ്റായിട്ട്, ക്ലീനായിട്ട് സൂക്ഷിക്കാം. അവിടെയൊക്കെ കിടന്ന സമയത്ത് തട്ടി വീണ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള അപകടവും ഉണ്ടാവാം. അതുകൊണ്ട് വർക്ക്ഷോപ്പ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം സൂക്ഷിക്കാൻ വേണ്ടി. അടുത്ത പോയിന്റ്, ഓൾവേസ് കീപ്പ് ദ വർക്ക് ഏരിയ വെൽ വെന്റിലേറ്റഡ്. നമ്മുടെ വർക്ക് ഏരിയ നല്ല വായു സഞ്ചാരം ഉള്ളതായിരിക്കണം. പ്രത്യേകിച്ച് ഈ വെൽഡിങ് വർക്ക്ഷോപ്പിലൊക്കെ വെൽഡിങ് ചെയ്യുമ്പോൾ ഒന്നുണ്ടാവും, കുറേ പുകയുണ്ടാവും. പുക ശ്വസിച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണ്. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പ് ഏരിയ എന്ത് വേണം? എപ്പോഴും വെൽ വെന്റിലേറ്റഡ് ഒക്കെ, നല്ല വായു സഞ്ചാരം ഉള്ളതായിരിക്കണം. അടുത്ത പോയിന്റ്, ഓൾവേസ് ഷീൽഡ് ദ വർക്ക് ഏരിയ ടു പ്രൊട്ടക്ട് അതർ. നമ്മുടെ വർക്ക് ഏരിയ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കണം, പ്രൊട്ടക്ട് ഏരിയ. അതും കൂടുതലും വെൽഡിങ്ങിൻ്റെ കാര്യത്തിലാണ് വരുന്നത്. വെൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റ് മറ്റുള്ളവരെ കണ്ണിലേക്ക് അടിക്കും. നമ്മുടെ ഷീൽഡ് വെച്ചിട്ടാണ് വെൽഡ് ചെയ്യുക. അതുകൊണ്ട് നമ്മളെ കണ്ണിലേക്ക് അടിക്കൂല, പക്ഷെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ കണ്ണിലേക്ക് അടിക്കും. അവർക്ക് അത് ദോഷമാണ്. ഈ ലൈറ്റിൽ ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് റേസ് ഒക്കെ ഉണ്ട്. അത് കണ്ണിൽ അടിക്കുന്നത് ദോഷമാണ്. അപ്പോൾ നമ്മളെ വർക്ക് ഏരിയ എന്ത് വേണം? മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനായിട്ടുള്ള ക്യാബിനുകളുണ്ട്, ഷീൽഡുകളുണ്ട്.
അത് നിർമ്മിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം വെൽഡ് ചെയ്യാൻ. വെൽഡിങ് ബൂത്തുകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വേണം വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത പോയിന്റ്, ഡു നോട്ട് റൺ ഷൗട്ട് നോക്ക്. അത് വർക്ക്ഷോപ്പിൽ കിടന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കരുത്. അതൊക്കെ വളരെയേറെ അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡു നോട്ട് റൺ ഷൗട്ട് നോക്ക്. അടുത്തത്, നെവർ പ്ലേസ് ഷാർപ്പ് മെറ്റീരിയൽസ് സച്ച് ആസ് സ്നിപ്പ്, സ്ക്രൈബർ എക്സെട്ര ഓൺ ദ ഫ്ലോർ. ഷാർപ്പ് മെറ്റീരിയൽസുകളായ സ്നിപ്പ് എന്ന് വെച്ചാൽ കത്രിക പോലെ വലിയ ഷീറ്റൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് അത്. പിന്നെ സ്ക്രൈബർ, ഈ ചിത്രത്തിൽ ഒന്നിൽ കാണുന്നതാണ് സ്ക്രൈബർ. അതിൻ്റെ രണ്ടറ്റവും ഷാർപ്പാണ്. അപ്പോൾ സ്നിപ്പ്, സ്ക്രൈബർ അതുപോലത്തുള്ള മറ്റു വസ്തുക്കൾ എന്ത് ചെയ്യാറ്, ഫ്ലോറിൽ ഇടരുത്, നിലത്ത് വെറുതെ ഇടരുത്. ചിലപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ചാടിയാൽ കാലിന് മുറിവുണ്ടാകാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെ ഷാർപ്പായ മെറ്റീരിയൽ നമ്മൾ മാർക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് സ്ക്രൈബർ എന്ന് പറയുന്നത്. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സുരക്ഷിതമായ അതിൻ്റെ സ്ഥലത്ത് തന്നെ അത് വയ്ക്കുക. അടുത്തത്, പ്ലേസ് ദ ഹീറ്റഡ് ജോബ് അണ്ടർ ദ ബോർഡ് ഹോട്ട് ഡോണ്ട് ടച്ച്. അതായത് നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്യാസ് കട്ടിങ് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോബിനൊന്നുണ്ടാവും, നല്ല ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതെടുത്ത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് വെച്ചു. അടുത്ത ആൾ വെറുതെ എന്താ ആവശ്യത്തിന് ആ പീസ് കൈ കൊണ്ട് എടുക്കുന്നു. അപ്പോൾ എന്താവും, കൈക്ക് നല്ല പൊള്ളലെടുക്കും. അതായത് വെൽഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഹീറ്റ് നമ്മൾ വെള്ളം തിളക്കുന്ന 100 ഡിഗ്രി പോലെയൊന്നുമല്ല, 1500 ഡിഗ്രി വരെ ഉണ്ടാവും. അത്രക്കും ചൂടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഹീറ്റായ ജോബ് എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ മുകളിൽ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഹോട്ട് ഡോൺ ടച്ച് എഴുതി കഴിഞ്ഞാൽ അതാരും പെട്ടെന്ന് തൊടാൻ പോവില്ല. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത്, സ്റ്റോർ ദ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് സച്ച് ആസ് ഓയിൽ, ഗ്രീസ് എക്സെട്ര എവേ ഫ്രം ദ വർക്ക്ഷോപ്പ്. ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ്, അതായത് കത്തിപ്പിടിക്കുന്ന മെറ്റീരിയൽസ്, ഓയില്, ഗ്രീസ് അതുപോലുള്ള കത്തിപ്പിടിക്കുന്ന മെറ്റീരിയൽസ് എന്ത് ചെയ്യണം, അത് സൂക്ഷിക്കുന്നത് വർക്ക്ഷോപ്പിൽ നിന്ന് ദൂരെയായിരിക്കണം. വെൽഡിങ് വർക്ക്ഷോപ്പിലാണ് ഇപ്പം ഇതുണ്ടാവും, വെൽഡ് ചെയ്യുമ്പോഴുള്ള സ്പാർക്ക്, തീപ്പൊരികൾ ഉണ്ടാവും. അത് ഇതിൽ വന്ന് വീണ് കഴിഞ്ഞാൽ തീപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം, വർക്ക്ഷോപ്പിൽ നിന്ന് ദൂരെ സൂക്ഷിക്കുക. അടുത്തത്, കീപ്പ് ദ ഫയർ ബക്കറ്റ്സ് ആൻഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ റെഡി ഫോർ യൂസ്. ഫയർ ബക്കറ്റുകൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു ചുവന്ന പെയിന്റ് അടിച്ച ബക്കറ്റ് ഉണ്ടാവും, ഫയർ ബക്കറ്റ്. അതിലെന്തുണ്ടാവും, മണല് അല്ലെങ്കിൽ വെള്ളം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അതെപ്പം ഉപയോഗിക്കാൻ പാകത്തിൽ റെഡി ആയിരിക്കണം. അതിൽ വെറുതെ വെച്ചപ്പോൾ അതിൽ മണലോ വെള്ളമോ അങ്ങനെ നിറച്ചിട്ട് വേണം വെക്കാൻ. അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ആ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന സാധനമാണ്. അത് പല ടൈപ്പ് ഉണ്ട്. CO2 ഇവിടെ കാണുന്നത് CO2 ടൈപ്പാണ്. CO2 ടൈപ്പ് ഉണ്ട്, ഫോം ടൈപ്പ് ഉണ്ട്, പിന്നെ അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അതിൽ നമ്മളെ വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് CO2 ടൈപ്പാണ്. അത് CO2 ഗ്യാസ് ആയിരിക്കും അതിൻ്റെ അത് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ തീ പിടിച്ച് കഴിഞ്ഞാൽ തീപിടിക്കാനായിട്ട് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഇന്ധനം വേണം, ഫ്യുവൽ അഥവാ ഇന്ധനം വേണം. പിന്നെ ഒന്ന് ഇഗ്നിഷൻ വേണം, അതായത് തീപ്പൊരി വേണം. പിന്നെ ഒന്ന് ഓക്സിജൻ വേണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, തീ പിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവിടെ തീ ഉണ്ടാവില്ല. തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ തീ കെട്ടുപോകും. ഈ 3 കാര്യം, ഒന്നുകിൽ ഇന്ധനം, അല്ലെങ്കിൽ ഓക്സിജൻ, അല്ലെങ്കിൽ ഇഗ്നിഷൻ. ഈ 3 കാര്യങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവിടെ തീ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കുമ്പോൾ അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് വെച്ചാൽ, തീ പിടിക്കുന്നിടത്തെ ഓക്സിജനെ നീക്കിയിട്ട് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, കത്താതെ വാതകമായ കാർബൺ ഡൈ ഓക്സൈഡ് നിറയുന്നു. അപ്പോൾ എന്താണ്, ഓക്സിജൻ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്ക് തീ കെട്ടുപോകും. അതാണ് ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കുന്നതിനുള്ള കാര്യം.
അപ്പോൾ ഈ ഫയർ ബക്കറ്റ്, ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഇവ എപ്പോൾ ഉപയോഗിക്കാൻ റെഡിയായിരിക്കുന്ന ഭാഗത്തിൽ സൂക്ഷിക്കണം. ഇനി അടുത്തതാണ് ഹാൻഡ് ടൂൾ സേഫ്റ്റി. ഹാൻഡ് ടൂൾ സേഫ്റ്റിയിൽ എന്തൊക്കെയാണെന്ന് വരെ നോക്കാം. ഒന്നാമത്തത്, ദ റൈറ്റ് ടൂൾ ഷുഡ് ബി ഹാൻഡിൽ കെയർഫുള്ളി ആൻഡ് കറക്റ്റ്ലി. അതായത് ശരിയായ ടൂള് ഉപകരണം നമ്മൾ കൈകാര്യം ചെയ്യുമ്പം കറക്റ്റായിട്ടും കെയർഫുള്ളായിട്ടും കൈകാര്യം ചെയ്യുക. റൈറ്റ് ടൂൾ ഉപയോഗിക്കണം. അതായത് നിങ്ങൾക്ക് ഒരു ആണി അടിക്കാനുണ്ടെന്ന് വിചാരിച്ചോ, ആണി അടിക്കാൻ വേണ്ടി ഹാമർ കണ്ടില്ല, ഒരു റൗണ്ട് റോഡ് എടുത്ത് കഴിഞ്ഞ് അടിക്കുന്നു, എന്താ സംഭവിക്കും? അത് സ്ലിപ്പായിട്ട് നമ്മുടെ കൈക്ക് കൊള്ളാൻ സാധ്യതയുണ്ട്. അതാണ് റൈറ്റ് ടൂൾ ഉപയോഗിക്കണം. അത് കെയർഫുള്ളായിട്ട് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. തെറ്റായ ടൂൾ കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്. അതാണ് ഒന്നാമത്തെ പോയിന്റ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത്, പ്ലേസ് ദ ടൂൾ ഇൻ ദ പ്രോപ്പർ പ്ലേസ് ഇൻ പെർഫെക്റ്റ് മാനർ. നമ്മൾ ടൂള് സാധനം എടുത്തു വെക്കുമ്പോൾ അത് അതിൻ്റെതായ സ്ഥലത്ത് പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെക്കുക. അടുത്തത്, നെവർ യൂസ് ഫയൽസ്, സ്ക്രൂ ഡ്രൈവേഴ്സ്, സ്ക്രാപ്പേഴ്സ് എക്സെട്ര വിത്തൗട്ട് ഹാൻഡില്. നമ്മൾ ഹാൻഡിൽ, അതിൻ്റെ പിടിയില്ലാതെ ഈ പറഞ്ഞ വസ്തുക്കളൊന്നും ഉപയോഗിക്കരുത്. അതായത് ഫയൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അരം എന്ന് പറയും. ഇത് വർക്ക്ഷോപ്പിൽ വന്നാൽ അതിനെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യേണ്ട, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഫയലിൻ്റെ ബാക്ക് ഭാഗത്ത് ഷാർപ്പായിരിക്കും, ഹാൻഡിൽ ഇല്ലെങ്കിൽ ആ ഭാഗത്താണ് ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫയൽസ്, സ്ക്രൂ ഡ്രൈവർ, സ്ക്രാപ്പർ എന്ന ഉള്ളി പോലെ ഒരു പരന്ന ഒരു വസ്തുവാണ്. അതിനും ബാക്ക് ഭാഗം ഷാർപ്പായിരിക്കും, അവിടെയാണ് ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യാറ്, ഹാൻഡിലില്ലാതെ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈക്ക് മുറിവ് പറ്റാൻ സാധ്യതയുണ്ട്. അടുത്തത്, ചെക്കപ്പ് ഹാമർ വെദർ ഇറ്റ് ഈസ് വെഡ്ജ്ഡ് വെല്ല്. ഹാമർ എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ മലയാളം? ഹാമർ, മുട്ടി അത് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതിൻ്റെ വെഡ്ജ് ബാക്ക് ഭാഗത്ത് എന്തുണ്ടാവും, അത് ഉരിപ്പോവാതിരിക്കാൻ വേണ്ടി വെഡ്ജ് വെച്ചിട്ടുണ്ടാവും. വെഡ്ജ് എന്ന് വെച്ചാൽ വെഡ്ജില്ല, ആപ്പ് എന്ന് പറയും. അത് അടിച്ച് കയറ്റി അവിടെ ടൈറ്റാക്കി നിർത്തിയിട്ടുണ്ടാവും. അത് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഹാമർ എടുത്ത് അടിക്കുന്ന സമയത്ത് അത് ഊരി തെറിച്ച് വരുന്ന സമയത്ത് നമുക്ക് അപകടം പറ്റും. ചിലപ്പോൾ തലയിൽ വന്ന് വീണാൽ പിന്നെ കാര്യം പോക്കാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അത് ശ്രദ്ധിക്കണം. അടുത്തത്, ഡു നോട്ട് യൂസ് ക്രാക്ക്ഡ് ഹാൻഡിൽസ്. ക്രാക്കായ പിടി ഉള്ള വസ്തുക്കൾ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്. കാരണം ക്രാക്കിൻ്റെ ഉള്ളിൽ കൈ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മുറിവ് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡു നോട്ട് യൂസ് ക്രാക്ക്ഡ് ഹാൻഡിൽസ്. അടുത്തത്, യൂസ് ടോങ്സ് വൈൽ ഹാൻഡ്ലിംഗ് ഹോട്ട് ഒബ്ജക്റ്റ്. ചൂടുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ടോങ്സ് ഉപയോഗിക്കണം. ആ ചിത്രത്തിൽ കാണുന്ന വസ്തുവാണ് ടോങ്സ് എന്ന് പറയുന്നത്. അതിൽ എന്ത് ചെയ്യണം? ഹോൾഡ് ചെയ്തിട്ട് വേണം ചൂടായുള്ള ഒബ്ജക്റ്റുകൾ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. യൂസ് ടോങ്സ് വൈൽ ഹാൻഡ്ലിംഗ് ഹോട്ട് ഒബ്ജക്ട്സ്. ഇനി അടുത്ത മെഷീൻ സേഫ്റ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, ഡു നോട്ട് സ്റ്റാർട്ട് എനി മെഷീൻ ഫോർ ഗെറ്റിംഗ് ഇൻസ്ട്രക്ടേഴ്സ് പെർമിഷൻ. അതായത് നിങ്ങളെ ഇൻസ്ട്രക്ടറുടെ പെർമിഷൻ, അനുവാദമില്ലാതെ ഒരു മെഷീനും സ്റ്റാർട്ട് ചെയ്യരുത്. ഡു നോട്ട് സ്റ്റാർട്ട് എനി മെഷീൻ ബിഫോർ ഗെറ്റിംഗ് ഇൻസ്ട്രക്ടേഴ്സ് പെർമിഷൻ. മനസ്സിലായില്ലേ? അനുവാദമില്ലാതെ, ചിലപ്പോൾ അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അനുവാദം ചോദിച്ചിട്ട് വേണം മെഷീൻ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അടുത്തത്, നെവർ ഓപ്പറേറ്റ് എ ന്യൂ മെഷീൻ അൺലെസ് അതർവൈസ് ഡു യു നോ മെക്കാനിസം ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. നമ്മൾ അറിയാതെ ഒരു പുതിയ മെഷീൻ, നമുക്കതിൻ്റെ മെക്കാനിസവും വർക്കിംഗ് കണ്ടീഷനും അറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യരുത്? നന്നായിട്ട് അറിയാതെ അത് ഉപയോഗിക്കാൻ പോകരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തത്, നെവർ വർക്ക് അൺഗാർഡഡ് മെഷീൻ. അൺഗാർഡഡ് മെഷീനുകൾ ഉപയോഗിക്കുക. ഗാർഡ് ചെയ്യാതെ, അതായത് സേഫ്റ്റി ഗാർഡുകൾ ഉണ്ടാവും ചില മെഷീനൊക്കെ. ഉദാഹരണത്തിന് ഗ്രൈൻഡർ, നമ്മളെ മെറ്റൽ ഗ്രൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രൈൻഡർ, അതിനെന്തുണ്ടാവും? ഗാർഡ് ഉണ്ടാവും. ഗ്രൈൻഡർ കണ്ടിട്ടുണ്ടാവും, വീട്ടിൽ അരക്കുന്ന ഗ്രൈൻഡർ അല്ല,
വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന ഗ്രൈൻഡർ ഉണ്ട്. മെറ്റലുകൾ ഫയൽ ചെയ്തിട്ടല്ല, ഗ്രൈൻഡ് ചെയ്ത് കളയാൻ വേണ്ടിയുള്ള ഗ്രൈൻഡർ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അതിൻ്റെ അകത്ത് നിന്ന് സ്പാർക്ക് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. അത് അൺഗാർഡ് അല്ലെങ്കിൽ നേരെ നമ്മളെ കണ്ണിലോട്ടൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നെവർ വർക്ക് അൺഗാർഡഡ് മെഷീൻ. അടുത്തത്, ഇഫ് എനി മെഷീൻ പ്രൊഡ്യൂസ് അൺയൂഷ്വൽ സൗണ്ട് സ്റ്റോപ്പ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് റിപ്പോർട്ടിങ്. നമുക്ക് മെഷീൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് നമ്മളെപ്പോൾ കേൾക്കുന്നതാണ്. പക്ഷേ എന്തെങ്കിലും അൺയൂഷ്വൽ സൗണ്ട്, ഉദ്ദേശിക്കാതെ വേറെ വല്ല സൗണ്ടുകളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ഇൻസ്ട്രക്ടറേറ്റോ അല്ലെങ്കിൽ സ്ഥാപനത്തിലാണ് ജോലിയെങ്കിൽ അവിടുത്തെ സൂപ്പർവൈസറെയോ അറിയിക്കുക. മനസ്സിലായില്ലേ? ഇനി അടുത്തത്, ഇഫ് എനി മെഷീൻ ഈസ് നോട്ട് വർക്കിംഗ് കണ്ടീഷൻ ഡിസ്കണക്ട് ദ പവർ സപ്ലൈ. നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ പവർ സപ്ലൈ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് ഇടണം. ഇഫ് ദ മെഷീൻ ഈസ് നോട്ട് വർക്കിംഗ് കണ്ടീഷൻ ഡിസ്കണക്ട് ദ പവർ സപ്ലൈ. അടുത്തത്, കോൾ ദ ഇലക്ട്രീഷ്യൻ ഫോർ ഇലക്ട്രിക്കൽ ഫാൾട്ട്. എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഫാൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇലക്ട്രീഷ്യനെ വിളിക്കണം. അതായത് നിങ്ങൾ സ്വയം അത് റിപ്പയർ ചെയ്യാൻ പോകരുത്. അതിനെപ്പറ്റി അറിയാതിരിക്കുമ്പോൾ കൂടുതൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോൾ ദ ഇലക്ട്രീഷ്യൻ ഫോർ ഇലക്ട്രിക്കൽ ഫാൾട്ട്. അടുത്തത്, ഓൾവേസ് ചെക്ക് ദ കണക്ഷൻ ടു ദ ഇലക്ട്രോഡ് ഹോൾഡർ ആൻഡ് എർത്ത് ക്ലാമ്പ് അണ്ടർ ഡാമേജ്. ഇലക്ട്രോഡ് ഹോൾഡർ നിങ്ങൾ പഠിച്ചില്ല, പഠിക്കും. ഇലക്ട്രോഡ് ഹോൾഡർ എന്താണെന്നും പഠിക്കും, എർത്ത് ക്ലാമ്പ് എന്താണെന്നും പഠിക്കും. ഇത് വെൽഡിംഗ് മെഷീനിൽ വരുന്ന പാർട്സാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എപ്പോഴും ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഇനി അടുത്തത്, പേഴ്സണൽ സേഫ്റ്റി. അതായത് നമ്മളെ വ്യക്തി സുരക്ഷ നോക്കേണ്ട ആവശ്യമുണ്ട്. അതിലെന്തൊക്കെയാണെന്ന് വരുന്നത് നോക്കാം. വെയർ ടൈറ്റ് ക്ലോത്ത്സ്, ലൂസ് ക്ലോത്തിങ്സ് മേ ബ്രിങ് ദ ഡേഞ്ചർ. എപ്പോഴും ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക. എന്താണ്, ലൂസുള്ള ഡ്രസ്സുകൾ ഡേഞ്ചർ, അപകടം വരാൻ സാധ്യതയുണ്ട്. റൊട്ടേറ്റിംഗ് പാർട്സ് ഒക്കെയുള്ള മെഷീൻ ഉണ്ടെങ്കിൽ എന്താകും, ലൂസായിട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആക്സിഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ വർക്ക്ഷോപ്പുകളിൽ എന്ത് ചെയ്യണം, ടൈറ്റ് ക്ലോത്ത്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ ലോങ് ഹെയറുകൾ പാടില്ല. ചില വർക്ക്ഷോപ്പുകളിലും ഫാക്ടറികളിലൊക്കെ വലിയ കറങ്ങുന്ന ഫാൻ, പെഡസ്റ്റൽ ഫാൻ ഉണ്ടാകുമ്പോൾ താഴെ വിറ്റിരുന്ന നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക, നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയാൽ ലൂസുള്ള മുടിയൊക്കെ ഹെയറൊക്കെ ഉണ്ടെങ്കിൽ, ലോങ് ഹെയറൊക്കെ ഉണ്ടെങ്കിൽ ആ ഫാനിലേക്ക് കയറി പിടിക്കാൻ സാധ്യതയുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ തലേന്ന് അങ്ങനെ അപകടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിൽ അവിടെ ഒരു ലേഡീസ് സ്റ്റാഫ് വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ മുടി ഈ ഫാനിൽ കുടുങ്ങിയിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു പോയി. അപ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലോങ് ഹെയർ ആയിരിക്കും ഉണ്ടായിരിക്കാൻ പാടില്ല ഈ വർക്ക്ഷോപ്പിൽ. ഉണ്ടെങ്കിൽ തന്നെ അത് നന്നായി കെട്ടി വെച്ചിട്ട് വേണം വർക്ക്ഷോപ്പിൽ പോകേണ്ടത്. ഇനി അടുത്തത്, ഡു നോട്ട് വെയർ റിംഗ് ഓർ വാച്ച് വൈൽ വർക്കിംഗ്. വാച്ചുകളും റിങ്ങുകളും മെറ്റൽ റിങ്ങുകളും നമ്മളെ ഈ ജോലിക്ക് തീരെ പറ്റാത്തതാണ്. കാരണം അത് പെട്ടെന്ന് ഷോർട്ടായി കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ധരിക്കരുത്. ഡു നോട്ട് വെയർ റിംഗ് ഓർ വാച്ചസ് വൈൽ വർക്കിംഗ്. ഇനി അടുത്തത്, വെയർ ഗോഗിൾസ് വൈൽ ചിപ്പിംഗ് ആൻഡ് ഗ്രൈൻഡിങ്. ഗൂഗിൾസ് അത് കണ്ണിന് വെക്കുന്ന ഒരു ടൂളാണ്. അത് ഇതാണെന്നുള്ളത് പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. ഗൂഗിൾസ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യണം, ചിപ്പ് ചെയ്യുന്നതും ഗ്രൈൻഡ് ചെയ്യുന്നതും. ചിപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വെൽഡ് ചെയ്തതിൻ്റെ മുകളിൽ സ്ലാഗ് എന്ന് പറയുന്നൊരു കവറിങ് ഉണ്ടാവും. അത് എന്ത് ചെയ്യണം, ചിപ്പിംഗ് ഹാമർ വെച്ച് ചിപ്പ് ചെയ്ത് കളയണം. അപ്പോൾ അങ്ങനെ കളയുന്ന സമയത്ത് എന്താവും, അത് തെറിക്കും. തെറിച്ച് കണ്ണിലേക്ക് വന്ന കണ്ണിൽ അപകടം പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെയർ ഗൂഗിൾസ് വൈൽ ചിപ്പിംഗ് ആൻഡ് ഗ്രൈൻഡിങ്. അടുത്തത്, വെയർ ഓൾ സേഫ്റ്റി അപ്പാരൽസ് ഡ്യൂറിങ് വെൽഡിങ്. വെൽഡിങ്ങിൻ്റെ സമയത്ത് വേണ്ടുന്ന സേഫ്റ്റി അപ്പാരൽസ് കുറച്ച് സാധനങ്ങളുണ്ട്. അത് ധരിച്ചിട്ട് വേണം വെൽഡ് ചെയ്യാൻ വേണ്ടി. നമുക്ക് പൊള്ളലേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലെതർ ആപ്രൺ ഉണ്ട്. ലെതർ
ലെതർ കൊണ്ടുള്ള ആപ്രണാണ്. അത് നമുക്ക് ചൂട് നമ്മുടെ ശരീരത്തിൽ ഏൽക്കില്ല. അത് ലെതർ ആപ്രൺ, അതുപോലെ തന്നെ ലെതർ ഗ്ലൗസ്, സേഫ്റ്റി ഷൂ, വെൽഡിങ് ഹെൽമെറ്റ് ഓർ സ്ക്രീൻ, ലെതർ സ്ലീവ്, ലെഗ് ഗാർഡ്, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. വെയർ ഓൾ സേഫ്റ്റി അപ്പാരൽസ് ഡ്യൂറിങ് വെൽഡിങ്. ഇനി അടുത്തത് സേഫ്റ്റി ഇൻ ഓക്സി അസറ്റിലിൻ വെൽഡിങ് ആൻഡ് കട്ടിങ്. ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് എന്ന് വെച്ചാൽ ഗ്യാസ് വെൽഡിംഗ് ആണ് പറയുന്നത്. അതായത് ഓക്സിജൻ ഗ്യാസും അതേപോലെ തന്നെ കത്തുന്ന വാതകമായ അസറ്റിലിൻ എന്ന് പറയുന്ന വാതകം കൂടി ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഓക്സി അസറ്റിലിൻ. ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ കട്ടിങ്ങും ഉണ്ട്. വെൽഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് മെറ്റൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിലെന്തൊക്കെയാണ് സേഫ്റ്റി ഉള്ളതെന്ന് നോക്കാം. ഒന്നാമത്തത് ഓൾവേസ് വെയർ ഗ്യാസ് വെൽഡിംഗ് ഗോഗിൾസ്. ഗ്യാസ് വെൽഡിംഗ് ഗോഗിൾസ്, കണ്ണിന് ധരിക്കുന്ന ഗോഗിൾസ് എല്ലാ സമയത്തും വെൽഡിങ്ങിന്റെ സമയത്ത് ഉപയോഗിക്കുക. കണ്ണിലേക്ക് സ്പാർക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗോഗിൾസ് ഉപയോഗിക്കുന്നത്. അടുത്തത് വെയർ ഫയർ റെസിസ്റ്റന്റ് ക്ലോത്ത്സ്. അതിൽ നേരത്തെ പറഞ്ഞ ഫയർ റെസിസ്റ്റന്റ് ആപ്രണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ധരിക്കുക. അത് തീ പിടിക്കാത്ത വസ്തുക്കളാണ്. അപ്പോൾ വെയർ ഫയർ റെസിസ്റ്റന്റ് ക്ലോത്ത്സ്. അടുത്തത് വെയർ സേഫ്റ്റി ഗോഗിൾസ് വെൻ ചിപ്പിംഗ് ആൻഡ് ക്ലീനിങ്. ചിപ്പി ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം, ചിപ്പി ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴും സേഫ്റ്റി ഗോഗിൾസ് ധരിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് യൂസ് സ്പാർക്ക് ലൈറ്റർ ഓൺലി ടു ലൈറ്റ് ദ ഫ്ലെയിം. അതായത് ഗ്യാസ് വെൽഡിങ്ങിന്റെ ടോർച്ച് ഉണ്ട്, വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടോർച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സ്പാർക്ക് ലൈറ്റർ ഉപയോഗിക്കണം. വീട്ടിലെ ലൈറ്റർ ഒന്നും ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഹീറ്റ് കൊണ്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനുള്ള എന്താണ് ഉപകരണമാണ് സ്പാർക്ക് ലൈറ്റർ എന്ന് പറയുന്നത്. ആ സ്പാർക്ക് ലൈറ്റർ ഉപയോഗിച്ചിട്ട് മാത്രമേ ഈ ഗ്യാസ് വെൽഡിങ്ങിന്റെ ടോർച്ചായാലും ഗ്യാസ് കട്ടിങ്ങിന്റെ ടോർച്ചായാലും കത്തിക്കാൻ പാടുള്ളൂ. ഓർത്ത് വെക്കുക, അതിന്റെ പേര് ഓർത്ത് വെക്കുക. ഗ്യാസ് വെൽഡിങ് ടോർച്ച് അല്ലെങ്കിൽ കട്ടിങ് ടോർച്ച് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പാർക്ക് ലൈറ്റർ. ഇനി അടുത്തത് പ്രൊട്ടക്ട് സിലിണ്ടർ ആൻഡ് ഹോസസ് ഫ്രം സ്പാർക്ക്, ഹോട്ട് സ്ലാഗ്, ഹോട്ട് ഒബ്ജക്റ്റ്, ഷാർപ്പ് എഡ്ജസ് ആൻഡ് ഫ്ലെയിം. അതായത് നമ്മുടെ സിലിണ്ടറും അതിൻ്റെ ഹോസും, ഈ ഗ്യാസ് നമ്മുടെ വെൽഡിംഗ് ടോർച്ചിലേക്ക് പോകുന്ന ഹോസ് ഉണ്ടാവും, പൈപ്പ് പോലത്തെ ഹോസ്, ഫ്ലെക്സിബിൾ ഹോസ് ഉണ്ടാവും. ആ ഹോസ് എന്ത് ചെയ്യണം? സ്പാർക്കിൽ നിന്നും അതുപോലെ തന്നെ ചൂടുള്ള സ്ലാഗ്, വെൽഡ് ചെയ്താനുള്ള സ്ലാഗ്, മറ്റ് ഹോട്ട് ഒബ്ജക്റ്റുകൾ, അതുപോലെ തന്നെ ഷാർപ്പ് എഡ്ജുള്ള വസ്തുക്കൾ, ഇതിൽ നിന്നും എന്ത് വേണം? ഇതിനെ എപ്പോഴും മാറ്റി സംരക്ഷിക്കണം. അത് പെട്ടെന്ന് കേടാവാൻ സാധ്യതയില്ല. അതിലേക്ക് ഹോളായി കഴിഞ്ഞാൽ അതിലേക്ക് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രൊട്ടക്ട് ദ സിലിണ്ടർ ആൻഡ് ഹോസ് ഫ്രം ദ സ്പാർക്ക്, ഹോട്ട് സ്ലാഗ്, ഹോട്ട് ഒബ്ജക്റ്റ്, ഷാർപ്പ് എഡ്ജസ് ആൻഡ് ഫ്ലെയിം. അടുത്തത് കീപ്പ് ഓക്സി അസറ്റിലിൻ എക്യുപ്മെന്റ് ഫ്രം ഓയിൽ ആൻഡ് ഗ്രീസ്. ഓയിലും ഗ്രീസും ഉള്ള വസ്തുക്കൾ എന്താ ചെയ്യുക? ഓക്സി അസറ്റിലിൻ എക്യുപ്മെന്റ് ദൂരെ സൂക്ഷിക്കണം. അത് തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ്. അടുത്തത് ഓൾ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് ഷുഡ് ബി കെപ്റ്റ് എവേ ഫ്രം വെൽഡിംഗ് ഏരിയ. അതുപോലെ തന്നെ എല്ലാ കത്തുന്ന വസ്തുക്കളും ഈ വെൽഡിംഗ് ഏരിയയിൽ നിന്ന് ദൂരെ സൂക്ഷിക്കുക. അടുത്തത് സിലിണ്ടർ ഷുഡ് ബി സ്റ്റേ ഇൻ അപ്രൈറ്റ് പൊസിഷൻ. സിലിണ്ടർ സൂക്ഷിക്കേണ്ടത് എപ്പോഴും അപ്രൈറ്റ്, വെക്കരുത് സിലിണ്ടർ ഒരിക്കലും. അങ്ങനെ ഒന്ന് ലീക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സിലിണ്ടർ ഷുഡ് ബി സ്റ്റേ ഇൻ അപ്രൈറ്റ് പൊസിഷൻ. അടുത്തത് നെവർ ലിഫ്റ്റ് സിലിണ്ടർ ബൈ സ്ട്രിങ് ഓർ റോപ്പ് ഓർ ഇലക്ട്രിക്കൽ മാഗ്നറ്റ്. സിലിണ്ടർ വലിയ വർക്ക്ഷോപ്പിലൊക്കെ ആണെങ്കിൽ സിലിണ്ടർ പൊക്കുമ്പോൾ അവിടെ ക്രെയിനൊക്കെ ഉണ്ടാവും. ഈ ക്രെയിന് സ്ട്രിങ് ഉപയോഗിച്ചോ റോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക് മാഗ്നറ്റ് ഉണ്ട്, വലിയ ഷീറ്റൊക്കെ പൊക്കാൻ ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാറ്? ഈ സിലിണ്ടർ പൊക്കാൻ പാടില്ല. കാരണം അത് പൊക്കിക്കഴിഞ്ഞാൽ സ്പാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടായിക്കഴിഞ്ഞാൽ സിലിണ്ടർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അടുത്തത് മേക്ക് ഷുവർ ഓൾ കണക്ഷൻസ് ആർ ടൈറ്റ്, അവോയ്ഡ് ഗ്യാസ് ലീക്ക്. എല്ലാ കണക്ഷനുകളും വളരെ ടൈറ്റായിട്ട്
ചെക്ക് ചെയ്യുക, ലൂസ് ഉണ്ടോ, എവിടെയും ഗ്യാസ് ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഗ്യാസ് ലീക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാ കണക്ഷനും നല്ല ടൈറ്റായിട്ട് വേണം നിർത്താൻ വേണ്ടി. അടുത്തത് ഡോണ്ട് വെൽഡ് ഓർ കട്ട് കണ്ടെയ്നർ സച്ച് ആസ് ഡ്രം, ബാരൽ, ടാങ്ക് യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഇൻഫ്ലേമബിൾ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. വലിയ ഫാക്ടറി, ഷിപ്പ് യാർഡ് പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യും, പലതരത്തിലുള്ള ഡ്രമ്മുകൾ ഉണ്ടാവും. ഈ പെയിന്റിന്റെ വലിയ ഡ്രമ്മ്, അതുപോലെ തന്നെ എന്തെങ്കിലും കത്തുന്ന ഓയിലുകളും ഒക്കെ നിറച്ച ഡ്രം ഉണ്ടാവും. അപ്പൊ നമ്മൾ വെൽഡ് ചെയ്യാൻ നേരത്ത് സ്റ്റാൻഡൊന്നും അതിൻ്റെ കരുതൊക്കെ സ്റ്റാൻഡൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡ്രമ്മിന് എടുത്ത് കൊണ്ടുപോയിട്ട് നിന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട് കട്ട് ചെയ്യും, അതിൻ്റെ മുകളിൽ നിന്നിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കത്തിപ്പിടിക്കുന്ന എന്തെങ്കിലും ദ്രാവകമോ വാതകമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഡ്രമ്മ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ഡ്രമ്മിന്റെ മൂടിയൊക്കെ കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലെയിം ഉപയോഗിച്ചിട്ട് ഒരിക്കലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രമ്മ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. സ്റ്റോറേജ് ഓഫ് ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ് അണ്ടിൽ you know there is no danger of explosion or fire. അടുത്തത് never weld in a place where there is no light and ventilation. നന്നായിട്ടുള്ള വായുസഞ്ചാരം ഇല്ലാത്തതോ അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാത്ത ഏരിയകളിൽ വെൽഡ് ചെയ്യാൻ പോകുന്നത് അപകടം ഉണ്ടാക്കും. അടുത്തത് ഡു നോട്ട് റോൾ ദ ഗ്യാസ് സിലിണ്ടേഴ്സ് ഫോർ ഷിഫ്റ്റിംഗ്, യൂസ് എ ട്രോളി ടു ക്യാരിയിങ് സിലിണ്ടർ. ഗ്യാസ് സിലിണ്ടർ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ സ്ലിങ്ങും റോപ്പൊക്കെ ഇട്ട് പൊക്കാൻ നിൽക്കാൻ പാടില്ല. അതിൻ്റെ കൊണ്ടുപോകാനുള്ള ട്രോളി ഉണ്ടാവും. ആ ട്രോളിയിൽ വെച്ചിട്ട് വേണം ഈ സിലിണ്ടർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടത്. അടുത്തത് യൂസ് സിലിണ്ടർ കീ ബ്രാക്കറ്റിൽ സ്പിൻഡിൽ കീ ഫോർ ഓപ്പണിംഗ് ദ സിലിണ്ടർ വാൽവ്. സിലിണ്ടർ വാൽവ് തുറക്കാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ഉപകരണമാണ് എന്ത്, സിലിണ്ടർ കീ അല്ലെങ്കിൽ സ്പിൻഡിൽ കീ എന്ന് പറയും. ഈ മുകളിൽ ചിത്രത്തിന് മുകളിൽ കാണുന്നത് സ്പിൻഡിൽ കീ എന്ന് പറയുന്നത്, താഴെ കാണുന്നത് സിലിണ്ടർ കീ. ഇതുപോലുള്ള കീസ് ഉപയോഗിച്ചിട്ട് വേണം ഈ സിലിണ്ടർ വാൽവ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. വേറെ നമ്മൾ പ്ലെയറൊക്കെ ഇട്ട് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വാൾവ് ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഈ സിലിണ്ടർ കീ അല്ലെങ്കിൽ സ്പിൻഡിൽ കീ ഉപയോഗിച്ച് വേണം തുറക്കാൻ. മാത്രമല്ല അത് എപ്പോഴും അതിൻ്റെ മുകളിൽ തന്നെ അത് സൂക്ഷിക്കുകയും വേണം. അടുത്തത് സിലിണ്ടർ ഷുഡ് ബി സ്റ്റോർ ഇൻ വെൽ പ്രൊട്ടക്റ്റഡ് വെൽ വെന്റിലേറ്റഡ് ഡ്രൈ പ്ലേസ്. ഈ ഗ്യാസ് വെൽഡിങ് സിലിണ്ടറുകൾ എന്ത് ചെയ്യണം, നല്ല വെൽ പ്രൊട്ടക്റ്റഡ് ആയ വെൽ വെന്റിലേറ്റഡ് വായുസഞ്ചാരമുള്ള ഡ്രൈ പ്ലേസിൽ വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് സിലിണ്ടർ ഷുഡ് കെപ്റ്റ് അവേ ഫ്രം റേഡിയേഷൻ ആൻഡ് അതർ ഹീറ്റ് സോഴ്സസ്. ഈ സിലിണ്ടറുകൾ സൂക്ഷിക്കുന്ന എവിടെയായിരിക്കണം, റേഡിയേഷനുകളും മറ്റ് ഹീറ്റ് സോഴ്സുകളൊന്നും ഇല്ലാത്ത സ്ഥലത്തായിരിക്കണം. ഈ സിലിണ്ടർ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ സിലിണ്ടർ ചൂടായി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് സൂക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യണം, ചൂടുള്ള സ്ഥലത്ത്, റേഡിയേഷനൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് അത് സൂക്ഷിക്കാൻ പാടില്ല. അടുത്തത് ക്ലോസ് ദ സിലിണ്ടർ വാൽവ് വെൻ നോട്ട് ഇൻ യൂസ് ഓർ എംപ്റ്റി. സിലിണ്ടർ എംപ്റ്റി ആയി കാലിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് ക്ലോസ് ചെയ്യണം. എപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ക്ലോസ് ദ സിലിണ്ടർ വാൽവ് വെൻ നോട്ട് ഇൻ യൂസ് ഓർ എംപ്റ്റി. അടുത്തത് ഡോണ്ട് റിമൂവ് ദ സിലിണ്ടർ കീ ഫ്രം ദ സിലിണ്ടർ ഡ്യൂറിങ് വെൽഡിങ്. ഞാൻ ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു, ഈ എന്ത് ചെയ്യണം, സിലിണ്ടർ കീ എപ്പോഴും എന്ത് ചെയ്യണം, വെൽഡ് ചെയ്യുന്ന സമയത്ത് ഈ സിലിണ്ടറിന്റെ മുകളിൽ തന്നെ സൂക്ഷിക്കണം. എന്തെങ്കിലും എമർജൻസി കേസ് വന്നാൽ നമുക്കിത് ഉടൻ തന്നെ ഇത് ഓഫ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് സിലിണ്ടർ കീ അല്ലെങ്കിൽ സ്പിൻഡിൽ കീ ഈ സിലിണ്ടറിന്റെ മുകളിൽ സൂക്ഷിക്കണം. അടുത്തത് ഓൾവേസ് ക്രാക്ക് ദ സിലിണ്ടർ വാൾവ്സ് ടു ക്ലീൻ ദ വാൽവ് സോക്കറ്റ് ബിഫോർ അറ്റാച്ചിങ് ദ റെഗുലേറ്റർ. അതായത് നമ്മൾ ഗ്യാസ് വെൽഡിങ് സിലിണ്ടർ പുതിയ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് ഗ്യാസ് വെൽഡിങ് റെഗുലേറ്റർ ഫിറ്റ് ചെയ്യാനുണ്ട്. ഈ സിലിണ്ടറിലുള്ള പ്രഷറും അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യേണ്ട പ്രഷറൊക്കെ കണിക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ പിന്നീട് പഠിക്കും. അപ്പോൾ ഈ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് സിലിണ്ടർ ക്രാക്ക് ചെയ്യണം. ക്രാക്കിംഗ് എന്ന് പറയും. ക്രാക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഈ സിലിണ്ടർ കീ ഉപയോഗിച്ചിട്ട്
ഒന്ന് ഗ്യാസ് ഒന്ന് തുറന്ന് ഉടൻ തന്നെ അടക്കും, പെട്ടെന്ന് തന്നെ ഒന്ന് തുറന്നടക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ സിലിണ്ടറിന്റെ വാൽവിന്റെ ഉള്ളിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പുറത്തേക്ക് പോകും. ഒന്ന് തുറന്നിട്ട് അടക്കുക, അതിനാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വാക്ക് ഓർമ്മിച്ച് വെക്കുക. ഓൾവേസ് ക്രാക്ക് ദ സിലിണ്ടർ വാൽവ്സ് ടു ക്ലീൻ ദ വാൽവ് സോക്കറ്റ് ബിഫോർ അറ്റാച്ചിങ് ദ റെഗുലേറ്റർ. റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒന്ന് സിലിണ്ടർ വാൽവ് ക്രാക്ക് ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ പുറത്തു പോകാൻ വേണ്ടി. അപ്പോൾ ഇത്രയാണ് ഈ സേഫ്റ്റി പ്രിക്കോഷന് നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. അപ്പോൾ ഞാനൊരു 3 ക്വസ്റ്റ്യൻ തരാം. ഈ ക്വസ്റ്റ്യൻ നോട്ടിന്റെ ബാക്ക് ഭാഗത്ത് എഴുതിയിട്ട് അതിന്റെ ആൻസറും കൂടി എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയക്കുക. മാത്രമല്ല ഇതുവരെ തന്ന എല്ലാ പോയിന്റുകളും നിങ്ങൾ എഴുതിയെടുക്കുക. വീഡിയോ വരുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടോ സമയം കിട്ടുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതിയെടുത്തിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കണം. എന്നാൽ മാത്രമേ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുള്ളൂ. 80% ഓർക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ടൂൾ ഫോർ ഓപ്പണിംഗ് ദ സിലിണ്ടർ വാൽവ്. സിലിണ്ടർ വാൽവ് ഓപ്പൺ ചെയ്യാനുള്ള ടൂളിന്റെ പേര് കുറേയോടെ പറഞ്ഞു കഴിഞ്ഞു, അത് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ടൂൾ ഫോർ ലൈറ്റിനിങ് ദ എന്നാണ് അവിടെ HE എന്ന് എഴുതിയിട്ടുള്ളൂ. ലൈറ്റിനിങ് ദ ഗ്യാസ് വെൽഡിംഗ് ടോർച്ച്. അതായത് ഗ്യാസ് വെൽഡിംഗ് ടോർച്ച് കത്തിക്കാനുള്ള ആ ടൂളിന്റെ പേര് അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് എഴുതുക. അടുത്തത്, ഓൾവേസ് ഡാഷ് ദ സിലിണ്ടർ വാൽവ് ടു ക്ലീൻ ദ വാൽവ് സോക്കറ്റ് ബിഫോർ അറ്റാച്ചിങ് ദ റെഗുലേറ്റർ. റെഗുലേറ്റർ പിടിപ്പിക്കുന്നതിന് മുന്നായിട്ട് സിലിണ്ടറിന്റെ വാൽവ് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്, അത് ലാസ്റ്റ് പോയിന്റ് ആണ്, അത് എഴുതുക. ഇതൊക്കെ എൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കുക. ഓക്കെ, താങ്ക് യു.